പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും പതിവ് പോലെ സായങ്കാല വന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. സൂര്യൻ അസ്തമിക്കാറായി, ഇരുട്ട് വ്യാപരിക്കുന്നു. ഇന്ന് അല്പം വൈകിപ്പോയി. ഇന്ന് ഒരു ഗാനം ആലപിച്ച ശേഷം നിങ്ങളോട് സംസാരിക്കാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ മടങ്ങിപ്പോവാൻ ആഗ്രഹിക്കുകയാണ്. എൻ മനമേ ദിനം വാഴ്ത്തുക നീ എന്നുള്ള ഗാനം. എൻ മനമേ ദിനം വാഴ്ത്തുക നീ, എൻ്റെ സർവാന്തരംഗവുമേ യഹോവയേ. എൻ മനമേ ദിനം വാഴ്ത്തുക നീ. യഹോവയെ വാഴ്ത്തുക എന്നുള്ള ഗാനം, അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക എന്നർത്ഥം. ഈശ്വരനെ വണങ്ങുക എന്നാണ് അതിൻ്റെ താല്പര്യം. പടച്ചവനെ അത് സുജൂദ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ മനസ്സിനോട് അവൻ തന്നെ പറയുകയാണ്, എൻ മനമേ ദിനം വാഴ്ത്തുക നീ, എൻ്റെ സർവാന്തരംഗവുമേ യഹോവയേ. എൻ മനമേ ദിനം വാഴ്ത്തുക നീ. തന്നുപകാരങ്ങൾ ഓർത്തു നിരന്തരം നന്ദിയാൽ പ്രിയനെ വാഴ്ത്തി പുകഴ്ത്തിനാം. തന്നുപകാരങ്ങൾ ഓർത്തു നിരന്തരം നന്ദിയാൽ പ്രിയനെ വാഴ്ത്തി പുകഴ്ത്തിനാം. നിന്നകൃത്യങ്ങൾ മോചിച്ചിടുന്നു, നിന്നുടെ രോഗങ്ങൾ സൗഖ്യമാക്കുന്നു. എൻ മനമേ ദിനം വാഴ്ത്തുക നീ, എൻ്റെ സർവാന്തരംഗവുമേ യഹോവയേ വാഴ്ത്തുക നീ. നിന്നോടെ യൗവനം കഴുകൻ പോൽ പുതുക്കി, നന്മയാൽ വായ്ക്കവൻ തൃപ്തിയെ തരുന്നു. നിന്നുടെ യൗവനം കഴുകൻ പോൽ പുതുക്കി, നന്മയാൽ വായ്ക്കവൻ തൃപ്തിയെ തരുന്നു. പീഡിതർക്കായി നീതി ന്യായം നടത്തി, തന്തയാൽ നമ്മെ അണിയിക്കുന്നു. കൃപയും കരുണയും നിറഞ്ഞവൻ താൻ, കൃപയും കരുണയും നിറഞ്ഞവൻ താൻ. എൻ മനമേ ദിനം വാഴ്ത്തുക നീ. നമ്മുടെ പാപങ്ങൾ കൊത്തവിധം പോൽ പകരം നമ്മോടു പ്രവർത്തിക്കുന്നില്ല. നമ്മുടെ പാപങ്ങൾ കൊത്തവിധം പോൽ പകരം നമ്മോടു പ്രവർത്തിക്കുന്നില്ല. വനം ഭൂമിക്കുമേൽ ഉന്നതം പോലെ, തന്റെയ ഭക്തർമേൽ ഉന്നതം തന്നെ. നാം വെറും പൊടിയവനോർത്തിടുന്നു, നാം വെറും പൊടിയവനോർത്തിടുന്നു. എൻ മനമേ എൻ മനമേ ദിനം വാഴ്ത്തുക നീ. നരനുടെ ആയുസ്സു പുല്ലുപോലാകുന്നു, വയലിലെ പൂവുപോൽ ക്ഷണിക വിഭൂമിയിൽ. നരനുടെ ആയുസ്സു പുല്ലുപോലാകുന്നു, വയലിലെ പൂവുപോൽ ക്ഷണിക വിഭൂമിയിൽ. എങ്കിൽ
ഭക്തരിലും നീതി മക്കളുടെ മേലും സുസ്ഥിരം തന്നെ. കന്യാമങ്ങൾ പ്രമാണിപ്പോർക്ക് എൻ മനമേ ദിനം വാഴ്ത്തുക നീ. ദൈവത്തെ വാഴ്ത്തുവാൻ മനുഷ്യനോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നവരാണ്. അതിന് പല കാരണങ്ങളാണുള്ളത്. നമ്മുടെ പാപങ്ങൾ ഓർത്താൽ ദൈവം മുൻപിൽ നമുക്ക് നിൽപ്പാൻ ഒരു യോഗ്യതയുമില്ല. അങ്ങനെയായാൽ നാം അറിയുന്നത് പോലെ ദൈവങ്ങൾ നമ്മെ ശിക്ഷിക്കുമെന്നാണ്. എന്നാൽ ഇവിടെ പറയുന്നത്, പാട്ടുകാരൻ പറയുന്നത്, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്നെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം അവൻ നമ്മോട് പകരം ചോദിക്കുന്നില്ല. നമ്മളുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം അവൻ നമ്മളെ പ്രതികരിക്കുന്നുമില്ല. ഈശ്വരന്റെ കോപം എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊന്നും ചിന്തിക്കുവാൻ ഒക്കുകയില്ല. അങ്ങനെയെങ്കിൽ മാതാവിനെയും പിതാവിനെയും പോലെ സ്നേഹവാനാണ് ദൈവം എന്നാണ് പാട്ടുകാരൻ പറയുന്നത്. അത് വാസ്തവമാണ്. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു. ദൈവം പറയുകയാണ്, നരനുടെ ആയുസ് പുല്ലുപോലാകുന്നു, വയലിലെ പൂപോൽ ക്ഷണികമീ ഭൂമിയിൽ. രാവിലെ മുളച്ച് വരികയും വൈകുന്നേരമാകുമ്പോൾ അരിഞ്ഞു വാടിപ്പോവുകയും ചെയ്യുന്ന ഒരു പുഷ്പത്തെ പോലെയാണ് പാട്ടുകാരൻ ജീവനെ കാണുന്നത്. ബൈബിൾ അത് പറയുകയാണ്. മഹാനായ ശലോമോൻ രാജാവിനോട് അതേ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു. അദ്ദേഹം അത് എഴുതി വച്ചിരിക്കുന്നു. വയലിലെ താമരയെ നോക്കുവിൻ, അത് നെയ്യുന്നില്ല, നൂൽക്കുന്നില്ല, വസ്ത്രങ്ങൾ തുന്നി എടുക്കുന്നതുമില്ല. വയലിലെ താമര. എന്നാൽ ശലോമോൻ രാജാവ് പറയുകയാണ്, ഞാൻ പോലും എൻ്റെ സർവമഹത്വത്തിലും ഈ വയലിൽ നിൽക്കുന്ന ഈ താമരയെ പോലെ ചമഞ്ഞ് ഒരുങ്ങുവാൻ നോക്കിയിട്ടും കഴിഞ്ഞിട്ടില്ല എന്ന്. എന്താണ് അതിൻ്റെ കാരണം? ഈശ്വരനാണ് അതിനെ കിളിർപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. ഭൂമിക്കൊരലങ്കാരമായി നിൽക്കുന്ന ഈ ചെറിയ പുഷ്പത്തെ, ഈ ചെറിയ കാട്ടുവള്ളിയെ നോക്കിക്കൊണ്ടാണ് ശലോമോൻ അങ്ങനെ പറയുന്നത്. എനിക്ക് പോലും എൻ്റെ സർവമഹത്വത്തിലും ഒരു പുൽച്ചെടിയെ പോലെ, പക്ഷെ അതിന് ദൗത്യം രാവിലെ മുളച്ചു വരിക, വൈകുന്നേരം അതിൻ്റെ കൃത്യം നിർവഹിച്ച് അരിഞ്ഞു വാടിപ്പോവുക എന്നുള്ളതാണ്. എന്നിട്ട് ഈ നിസാരകായ കാര്യത്തിന് ആയിട്ട് പോലും യഹോവയായ ദൈവം പരിപാലിക്കുന്ന ഈ ചെടിയെ പോലെ ഒന്ന് ചമഞ്ഞ് അണിഞ്ഞ് ഷൈൻ ചെയ്യുവാൻ നോക്കിയിട്ട് എന്നെ കൊണ്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല. ശലോമോൻ രാജാവിന്റെ വസ്ത്രധാരണം തന്നെ ഭയങ്കരമായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ശേബാരാജ്ഞി ഹെയ്ലി സെലാസി ചക്രവർത്തിയുടെ വല്യമ്മയോ എന്തോ ആണെന്ന് ആ ചരിത്രം പറയുന്നത്. ശലോമോൻ രാജാവിന്റെ മഹത്വം അന്നത്തെ രാജ്യത്തിൽ കേൾക്കാത്ത ആരുമില്ല, അറിയാത്ത ആരുമില്ല. അവന്റെ കീർത്തി നാല് ദിക്കിലും ഇങ്ങനെ പരന്നപ്പോൾ ശേബാരാജ്ഞി എന്ന് പറയുന്ന ആ ഒരു രാജ്ഞി യമനിലോ എടനിലോ എന്ന് പറഞ്ഞ സ്ഥലത്തോ അടുത്താണ് അവരുടെ സാമ്രാജ്യമെന്ന് ചരിത്രകാരന്മാർ പറയുന്നു, ബൈബിളും പറയുന്നു. അപ്പോൾ ഈ മഹാരാജാവിനെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. അദ്ദേഹത്തിന്റെ പെരുമയും കീർത്തിയും ഇങ്ങനെയാണെങ്കിൽ എന്ത് ഗംഭീരമായിരിക്കും. ഒറിജിനലായിട്ട് ഒന്ന് പോയി കണ്ടാൽ
ഇന്നത്തെ കാലത്താണെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈലിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്ന് കാണാം. ഒന്ന് ക്ലിക്ക് ചെയ്താലും മതി. ആ കാലത്ത് ശേബാരാജി ശലോമോൻ രാജാവിനെ കേട്ടറിഞ്ഞു. നേരിട്ട് തന്നെ പോയി കാണാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി താൻ ഒരുങ്ങി ചമഞ്ഞു. അന്ന് ലോകത്തിൽ ലഭിക്കാത്ത അപൂർവമായിരിക്കുന്ന സുഗന്ധദ്രവ്യങ്ങൾ കൂടിയിട്ടാണോ അല്ലെങ്കിൽ അതുപോലെ ഒത്തിരി ഒത്തിരി വിലയുള്ള സുഗന്ധദ്രവ്യങ്ങൾ നമുക്ക് കിട്ടും കടകളിൽ. അതുപോലെ ഒന്ന് വാങ്ങി കൂട്ടിക്കുറെ അധികം സംഭരിച്ചു. പിന്നെ ധാരാളം പട്ടുസാരികൾ നെയ്തു മഞ്ചാടിക്കുരു പോലെയുള്ള ചെറിയ ഡപ്പിയിലാക്കി. അതിനെക്കുറിച്ച് ബൈബിളിലും ചരിത്രങ്ങളിലും പറയുന്നുണ്ട്. ശലോമോൻ രാജാവിനെ തന്റെ മഹത്വത്തിനൊത്തോണം തന്റെ സ്റ്റാൻഡേർഡിനൊപ്പിച്ച് പരസ്പര ബഹുമാനാർത്ഥം ഒന്ന് കാണുവാൻ പോകുകയാണ്. അങ്ങനെ ഇതൊക്കെ ചമഞ്ഞൊരുക്കി ഇതിനെല്ലാം ചുമന്ന ഒട്ടകങ്ങളിന്മേൽ കയറ്റി. അവിടെ വായിക്കുന്നു ചുമന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ അത് ചുമന്ന നിറത്തിലുള്ള ഒട്ടകമാണോ അതോ സാധാരണ ഒട്ടകമാണോ എന്നൊന്നും അറിഞ്ഞില്ല. ഇതെല്ലാം ശലോമോൻ രാജാവിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം സംഭരിച്ച് രാജസപ്രൗഢിയോടുകൂടി എഴുന്നള്ളുകയാണ് ശേബാരാജ്ഞി ശലോമോൻ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക്. നമ്മളൊക്കെ പലതും പറഞ്ഞു പിടിപ്പിക്കുന്നത് അത്ര ശരിയായി വരുമെന്ന് നമുക്ക് പറയാനില്ല. കേൾവിക്ക് തെങ്ങോല, പക്ഷെ കാഴ്ചയ്ക്ക് അല്ല, കേൾവിക്ക് പൊന്നോലയായിരിക്കാം. പണ്ട് തച്ചോളിയോദയനൻ്റെ രാജ്യത്തൊക്കെ കടത്തനാടൊക്കെ നിലനിന്നിരുന്ന ഒരു ചൊല്ലാണിത്. കേൾവിക്ക് പൊന്നോല, കാഴ്ചയ്ക്ക് തെങ്ങോലയായിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനുഷ്യൻ ഈ പറഞ്ഞു പിടിപ്പിക്കുന്നതൊക്കെ കൂടുതലും ബുദ്ധയാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ ശേബാരാജ്ഞിക്ക് മനസ്സിലായി അങ്ങനെ ആയിരിക്കത്തില്ല. ശലോമോൻ രാജാവിൻ്റെ പ്രൗഢി ഒന്ന് ലോകം മുഴുവനും വ്യാപരിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കപ്പലുകൾ നമ്മുടെ ഇന്ത്യയിൽ വന്നിരുന്നു. ഇവിടെ നിന്ന് മയിൽ, ആനക്കൊമ്പ്, അങ്ങനെ ചന്ദനം, കുരുമുളക് മുതലായ സാധനങ്ങളെല്ലാം കയറ്റിക്കൊണ്ട് പോയിരുന്നുവെന്ന് ചരിത്രങ്ങളിൽ കാണുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഈ ശലോമോനെ അതിൻ്റെ ഒത്ത പ്രൗഢിയിൽ പോയി കാണാൻ വിചാരിച്ച് പുറപ്പെട്ട് അവിടെ ചെന്നപ്പോൾ ശലോമോൻ രാജാവ് ആലയത്തിലേക്ക് എഴുന്നള്ളി വരുന്ന വരവാണ് ശേബാരാജ്ഞിയുടെ ദൃഷ്ടിയിൽപ്പെട്ടത്. അദ്ദേഹം ദേവാലയം പണിതു. അതൊക്കെ നമുക്കറിയാം, ബൈബിൾ വായിക്കണം. ഇന്ന് യെരൂശലേം ദേവാലയം വലിയ പ്രശ്നമാണ്. ഇടിച്ചു പൊളിച്ചിട്ട് രണ്ടാമത് അവർ പണിയാൻ പോവുകയാണ്. ഈ ആലയത്തിലേക്കാണ് ശേബാരാജ്ഞിയുടെ തിരപ്പുറപ്പാട്. അവിടെ വന്നപ്പോൾ മഹാരാജാവ് പരിവാര സമന്വിതനായി തൻ്റെ ദൈവമായ യഹോവയോടുള്ള നന്ദിയും സ്നേഹവും നിമിത്തം അദ്ദേഹത്തെ ആരാധിക്കാൻ വരുന്ന വമ്പൻ വരവാണ്. അദ്ദേഹത്തെക്കുറിച്ച് കാളിദാസൻ പറഞ്ഞിട്ടുണ്ട്. രാജാവിൻ്റെ എഴുന്നള്ളത്ത് അരിവമ്പടയും പടയും പരിചൊടി നാദമൊക്കെ വെടിയും മുകിൽ നടുകൊടിയും കൊടിയും പരിവശ്യ സുരേന്ദ്ര ദൃഷ്ടി പൊടിയും. അതിൻ്റെ അർത്ഥം കാളിദാസൻ തന്നെ വ്യാഖ്യാനിക്കണം. ശത്രുക്കളുടെ അരിവം പടയും ശത്രുക്കളുടെ എല്ലാ ഗർവവും അടയ്ക്കത്തക്ക ശക്തന്മാരായ പടയാളികളോടുകൂടെയാണ് രാജാവ് യെരൂശലേം ദേവാലയത്തിലേക്ക് എഴുന്നള്ളത്. മാത്രമല്ല അതിൻ്റെ കൂടെ കതിനാവെടി പോലുള്ള വെടി, പരിചൊടിനാദമൊക്കെ വെടിയും ഇടിനാദം പോലും കേൾക്കാൻ പാടില്ലാത്ത വിധത്തിൽ അത്ര ശബ്ദത്തിലുള്ള വെടിപടക്കങ്ങൾ മുഴക്കിക്കൊണ്ടാണ് ശലോമോൻ ദേവാലയത്തിലേക്ക് എഴുന്നള്ളതെന്നാണ് കവി പറയുന്നത്. മാത്രമല്ല കൊടി പിടിച്ചിട്ടുണ്ട്. പടയാളികൾ വലിയ ഉയരമുള്ള കൊടി, മുകിൽ നടുകൊടിയും
മേഘത്തിന്റെ നടുവ് തകർത്ത് കളയത്തക്ക വിധത്തിൽ ഉയരമുള്ള കൊടിയും പാറിപ്പിച്ചുകൊണ്ടാണ് ശലോമോൻ രാജാവിന്റെ എഴുന്നള്ളത്ത്. പരിവശ്യ സുരേന്ദ്ര ദൃഷ്ടി പൊടിയും പൊടിയും. സുരേന്ദ്രന് ഇന്ദ്രന് 1000 കണ്ണുണ്ടെന്നാണ് പറയുന്നത്. ഈ 1000 കണ്ണും പൊട്ടിപ്പോകത്തക്ക വിധത്തിൽ പൊടിപടലങ്ങൾ പറപ്പിച്ചുകൊണ്ടാണ് ശലോമോൻ രാജാവ് വരുന്ന വരവ്. ശേബാരാജ്ഞി അങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നോക്കി നിൽക്കുമ്പോൾ പാനപാത്രവാഹകന്മാര് വരുന്നു. അവരുടെ യൂണിഫോം കണ്ടമ്പരുന്നു. പിന്നെ അവരുടെ തൊപ്പിയും അവരുടെ കയ്യിലിരിക്കുന്ന വാളും ആയുധങ്ങളും എല്ലാം കണ്ടപ്പോൾ ശേബാരാജ്ഞി അങ്ങ് അമ്പരന്നു പോയി, അതിശയിച്ചു പോയി. അവൾ കൊണ്ടുവന്നിരുന്ന എല്ലാ സൗരഭ്യ വസ്തുക്കളും എല്ലാ സമ്മാനങ്ങളും മഹാരാജാവിനെ അർപ്പിച്ചു വണങ്ങിക്കൊണ്ട് പോയി എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെയെങ്കിൽ മഹാനായ ശലോമോൻ രാജാവ് ദൈവത്തെ വണങ്ങി നമസ്കരിച്ചുവെങ്കിൽ ഈ 8 കാശിന് വിലയില്ലാത്ത ഈ കൊച്ചു മനുഷ്യനെ കൊണ്ട് എങ്ങനെ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? അവിടെയാണ് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം ഈശ്വരൻ വെളിപ്പെടുത്തി തരുന്നത്. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ഈശോ ഇവിടെ വന്ന് നമുക്ക് വേണ്ടി മരിക്കുകയായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം വെളിപ്പെടുത്തി തന്നു എന്നാണ് നാം വായിക്കുന്നത്. ഈശ്വരന്റെ സ്നേഹം എന്താണ് പ്രിയരെ? ഈശ്വരൻ നമ്മെ സ്നേഹിക്കുന്നത് നമുക്കെല്ലാം തരുന്നത് കൊണ്ട് മാത്രമല്ല. ഈ ഭൂമിയിൽ നിന്ന് നാം മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു നിത്യജീവിതം ഈശ്വരൻ വിധിച്ചിട്ടുണ്ട്. ഈ ഭൂമി ഒരു പരിധി കഴിയുമ്പോൾ നാം ഉപേക്ഷിക്കേണ്ടി വരും. നമ്മളുടെ ശരീരത്തിന് ഈ ഭൂമിയെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ വരുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ശരീരം മാറി നാം വേറൊരു തരം ശരീരത്തിലേക്ക് പ്രവേശിക്കും. അത് ജനിക്കുന്ന നാൾ മുതൽ ആ പ്രക്രിയ തുടങ്ങുന്നുവെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. നമ്മൾക്കൊരു ആസ്ട്രൽ ബോഡിയാണ്. നമ്മളെന്ന് പറയുന്നത് ഈ കാണുന്ന മാംസ ചക്ഷുസുകൾ കൊണ്ട് നോക്കുമ്പോൾ കാണുന്ന നിറവും കാണുന്ന രൂപവും ഭാവവും ഒന്നുമല്ല. നമ്മളെന്ന് പറയുന്നത് ഒരകത്തെ മനുഷ്യന്റെ ഉടമയാണ്. There is an inner man. അതിൻ്റെ പേരാണ് മനസ്സെന്ന്. അക്ഷത അതിനുണ്ട്. അത് ഉണ്ടായാൽ പിന്നെ ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ജനിക്കുമ്പോൾ അവനെ അമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ വ്യക്തിത്വത്തിന് അല്ലെങ്കിൽ അവൻ്റെ മനുഷ്യത്വത്തിന് അവൻ്റെ പേഴ്സണാലിറ്റിക്ക് അവൻ്റെ അകത്തെ മനുഷ്യനൊരു അവസാനമില്ല പ്രിയരെ. ഇതെല്ലാം മതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. മരിച്ചു കഴിഞ്ഞാലും മനുഷ്യൻ വീണ്ടും ജീവിക്കും. ഇത് ഈ ലോക ജീവിതത്തിൽ നാം അറിഞ്ഞുകൊള്ളണം. മണിലങ്ങ് അലിഞ്ഞു ചേർന്ന് ഇല്ലാതായി പോകുന്നില്ല. നാം മരിച്ചുടനെ തന്നെ ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ഈ ആസ്ട്രൽ ബോഡി ഉണ്ടല്ലോ, അത് ഈ ഭൂമിയിൽ നിന്ന് സ്വർഗാദി സ്വർഗങ്ങളിലേക്ക് പോകും. മനുഷ്യനായ ഭൂമിയിൽ നിന്ന് സഞ്ചരിച്ചു പോകുവാൻ 2 വഴികൾ ഉള്ളതായി ഈശോ മിശിഹ ഇവിടെ പറഞ്ഞു. അതിൽ ജീവങ്കലേക്കുള്ള വഴി എന്നൊരു വഴിയും നാശത്തിലേക്കുള്ള വഴി എന്നൊരു മറ്റൊരു വഴിയുമുണ്ട്. ജീവങ്കലേക്കുള്ള വഴിയെക്കുറിച്ച് ഈശോ പറഞ്ഞത് അത് ഇടുക്കവും ഞെരുക്കവും അതിൽ കൂടി കടക്കുന്നവർ ചുരുക്കവുമാകുന്നു എന്നാണ്. പാപികളായ മനുഷ്യവർഗത്തെ സംബന്ധിച്ച് ഈശ്വരനെ അന്വേഷിച്ചവന്റെ പുറകെ പോകുവാൻ സാധ്യമല്ല. എന്നാൽ ജീവന്റെ ഒരു വഴിയുണ്ട്. അത് വളരെ വിശാലവും, ശ്രദ്ധിക്കണം നിങ്ങൾ, 2 വിധ വഴികൾ. ഒന്ന് ജീവങ്കലേക്കുള്ള വഴി, വളരെ ഇടുക്കം ഞെരുക്കം. മറ്റൊന്ന് വിശാലമായ ഒരു വഴി, അതിൽ കൂടെ കടക്കുന്നവർ അനേകരാകുന്നു എന്നാണ് വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം എടുത്തു വായിച്ചാൽ നിങ്ങൾക്ക് കാണാം. മനുഷ്യനിൽ നിന്ന് കൂടുതൽ ആളുകൾ പോകുന്ന വഴി
വിസ്താരമേറുന്ന നാശവഴിയാണെന്നാണ് ഈശോ പറഞ്ഞത്. ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം, ആരിതു കടന്നിടുമോ? ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം, ആരിതു കടന്നിടുമോ? കൂട്ടുകാർ ചുരുക്കം, സഹായികൾ ചുരുക്കം, ഇതല്ലോ മോക്ഷവഴി. ശിഷ്ടന്മാരെ ചേർക്കുവാൻ, ദുഷ്ടന്മാരെ തീർക്കുവാൻ പെട്ടെന്നേശു വന്നിടുമേ. ഈ വഴിയിൽ, ഏതെങ്കിലും ഒരു വഴിയിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ നാം വഴി ഏതാണെന്ന് ഈ ലോക ജീവിതത്തിൽ വെച്ച് തിട്ടപ്പെടുത്തണമെന്നാണ് ദൈവങ്ങളെല്ലാം നമ്മളെ ഉപദേശിച്ച് അത് എഴുതിയ മതഗ്രന്ഥങ്ങൾ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ അതിനൊന്നും സമയമില്ല പ്രിയരെ. നമ്മൾ ഏറ്റവും ഒടുവിലാണ് വഴി അന്വേഷിക്കുന്നത്. നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ആയുഷ്കാലം മുഴുവനും ദൈവത്തെ അന്വേഷിക്കേണ്ടതിന് പകരം അതിന് സമയമില്ലാതെ ജീവിതത്തിൽ സുഖഭോഗികളായി തീർന്ന് നാടിനും നാട്ടുകാർക്കും നന്മ ചെയ്യുവാൻ കഴിയാതെ വണ്ണം ഒരു അന്തരീക്ഷത്തിൽ എത്തിച്ചേരുകയാണ്. സാഹചര്യം അങ്ങനെയാണ് നമ്മെ കൊണ്ട് ചെന്നെത്തിക്കുന്നത്. നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതർ എല്ലാവരും മരണം വഴിയായി ഇവിടെ നിന്ന് മാറ്റപ്പെട്ടു പോകുന്നു. നമ്മൾക്ക് ജീവിക്കണമെന്നുള്ള വിചാരം മാത്രം. The tremendous clinging on to life exists. എന്നാൽ അതിനൊടുവിൽ ഈശ്വരന്റെ മുൻപിലേക്ക് ഒരു യാത്രയുണ്ട്. അത് നല്ല വഴിയിൽ കൂടി ആയിരിക്കണമെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമുക്കതിന് നേരമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസാനം എന്തായിരിക്കുമെന്നൊന്ന് ചിന്തിച്ചാൽ നന്നായിരുന്നുവെന്ന് ഈ സന്ധ്യാവേളയിൽ ഞാൻ ബുദ്ധി ഉപദേശിക്കുകയാണ്. എന്താണ് നമ്മൾ പോകുന്ന വഴിയെ അറിഞ്ഞിട്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. അതാണ് വേദപുസ്തകത്തിന്റെ ചുരുക്കം. ഈശോ പറഞ്ഞു, നിങ്ങൾ ഈ പോകുന്ന വഴി ശരിയല്ല, നിങ്ങൾക്ക് ജീവന്റെ വഴിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെടണം. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാം ഇങ്ങനെ തന്നെ പോയി നശിച്ചുകൊള്ളും. അതിനിട വരാതിരിക്കാനാണ് ഈശോ ഇവിടെ വന്ന് തൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഒന്ന് ഉപദേശിക്കുവാനായി പ്രവാചകന്മാരെയും തത്വജ്ഞാനികളെയും ദൈവങ്ങളെയും ഈശ്വരന്മാരെയും ഇങ്ങോട്ട് അയച്ചു തന്നു. പക്ഷെ അവരെ എല്ലാവരും തഴഞ്ഞു കളഞ്ഞു. പ്രവാചകന്മാരെ അവർ തുപ്പി തല്ലി പട്ടണത്തിന് വെളിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഒടുവിലായി ഈശോ ഇങ്ങോട്ട് വന്നു. എൻ്റെ പ്രിയമക്കൾ എന്നെ സ്നേഹിച്ചുകൊള്ളുമെന്ന് പറഞ്ഞ് സ്വന്തം ജനമായി ഇസ്രായേലിലേക്ക് വന്നപ്പോൾ അവർ ഈശോയെ തല്ലി തുപ്പി കുരിശിച്ചു കളഞ്ഞു. അത് ഒരു കണക്കിന് ഭാഗ്യമായി തീർന്നു. അതുകൊണ്ടാണ് ഈശോ സ്വന്തത്തിലുള്ളവരെ ഉപേക്ഷിച്ചിട്ട് തന്നെ സ്നേഹിക്കുന്ന സാധുക്കളായ നമ്മെ പോലുള്ളവരെ തേടി വന്നു. അവൻ പറഞ്ഞു, മാനസാന്തരപ്പെട്ടാൽ മതി, എൻ്റെ കൂടെ സദ്യയ്ക്ക് നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കും. അതുകൊണ്ട് മാനസാന്തരപ്പെടുവീൻ എന്നുള്ള ശബ്ദം ലോകം മുഴുവനും അന്ന് മുതൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഞാനും മറ്റൊരുത്തലിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് യേശു ശക്തമായി ശ്ലീഹന്മാർ മുഖാന്തരം നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ശ്ലീഹന്മാരുടെ എഴുത്തുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഈശ്വരന്റെ എഴുത്തുകൾ നമ്മുടെ കയ്യിലുണ്ട് പ്രിയരെ. വേദങ്ങള്, ഉപനിഷത്തുകള്, ആരണ്യങ്ങള്, അതുപോലെ അങ്ങ് പോകുന്നു. ഋഗ്വേദം, യജുർവേദം, സാമം, അഥർവം മുതലായ വേദങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ച് ദൈവം നോക്കിയപ്പോൾ ഇവരാരും ഇതൊന്നും വായിക്കുന്നില്ല, പഠിക്കുന്നില്ല. ദൈവം മനുഷ്യപുത്രന്മാരെ നോക്കുകയാണ്. സ്വർഗത്തിലിരുന്ന് നേരം വെളുത്താൽ അവർ അന്തിയാകുവോളം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം നോക്കുകയാണ്. ആരെയും കാണുന്നില്ല എന്ന് ദൈവം പറയുന്നു യെശയ്യാവിന്റെ പ്രവചനത്തിൽ. ബുദ്ധിയുള്ള ആരുമില്ല. അദ്ദേഹം ഗദ്ദത്തോട് ആകാശത്തോടും ഭൂമിയോടും ദൈവം നിലവിളിച്ചുകൊണ്ട് പറയുന്ന വാക്യം എന്ന് പ്രിയരെ കേട്ടാൽ ഞെട്ടും, ശംഖ് തകരും. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിക്കൊള്ളുക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു.
നീതിമാന്മാർ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർ ഒരൊറ്റ കുഞ്ഞു പോലുമില്ല. ഈശ്വരന്റെ ദുഃഖമാണ്. എന്നാൽ ഇനി ഞാൻ തന്നെ പോയി അവരെ ക്ഷണിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് താൻ വേഷത്തിൽ മനുഷ്യരായി സ്വർഗത്തിലെ മഹിമകളെല്ലാം ഉരിഞ്ഞു വെച്ചിട്ട് തന്നെ താൻ താഴ്ത്തി ഈ ഭൂമിയിൽ വന്ന് 33 കൊല്ലം ജീവിച്ചത്. അതൊരു നിസ്സാര കാര്യമായിട്ടൊന്ന് ലോകം കാണരുതേ, കാണുവാൻ സാധ്യമല്ല. 30-ാം വയസ്സിൽ സ്നാനമേൽപ്പതിൽ സ്വൽപൂരം വെടിഞ്ഞു യൂദ്യ തന്നിൽ വന്നു. യേശു യൂദ്യയിലേക്ക് വന്ന കാര്യമാണ്. അല്പവും മടിച്ചിടാതെ യൂർദിനാനൊഴുക്കിനുള്ളിൽ, സ്വൽപ്പവും മടിച്ചിടാതെ യൂർദിനാനൊഴുക്കിനുള്ളിൽ അല്പനാകും മർത്യനെന്ന പോൽ മറ്റിച്ചൊരു സിയോൻ മണവാളനെ. യോഹന്നാൻ ബാപ്റ്റിസ്റ്റ് യേശുവിനെ സ്നാനപ്പെടുത്തുവാനായി യോർദാന്റെ കരയ്ക്ക് നിൽക്കുകയാണ്. യോർദാൻ കൂലം കുത്തി ഒഴുകുകയാണ്. അപ്പോൾ കാഴ്ചക്കാരായ നിരവധി ആളുകൾ യോഹന്നാൻ ബാപ്റ്റിസ്റ്റിന്റെ കൈ കീഴിൽ ഈശോ സ്നാനപ്പെടുന്നത് കാണുവാൻ അവിടെ തടിച്ചുകൂടി എന്ന് നാം വായിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ മന്ദം സുസ്മേരവദനായി ഈശോ മശിഹാ യോർദാന്റെ കടവിലേക്ക് ഇറങ്ങുകയാണ്. യോഹന്നാൻ ബാപ്റ്റിസ്റ്റിനെ കുറിച്ച് ബൈബിൾ പറയുന്നു, ഏലിയാവിന്റെ ആത്മാവിൽ ജനിച്ചവനാണ് യോഹന്നാൻ ബാപ്റ്റിസ്റ്റ്. ഇതൊരു നിയോഗമാണ്. ഈശോ മശിഹായെ ബപ്തിസ്മപ്പെടുത്തേണ്ടതിന് വേണ്ടി മാത്രമാണ് ഏലിയാവിന്റെ ആത്മാവിൽ യോഹന്നാനെ ഇങ്ങോട്ട് അയച്ചതെന്ന് പറയുന്നു. നോക്കുക, പ്രവാചക വരേണ്യൻ അദ്ദേഹം വന്ന് നിൽക്കുമ്പോൾ ഒരു ആട്ടിൻകുട്ടിയെ പോലെ അനുസരണയുള്ളവനായി ഈശോ ഇറങ്ങി വരുന്നത് യോഹന്നാൻ കണ്ടു. യോഹന്നാൻ മനസ്സിലായി, ഇവൻ തീ കൊണ്ടും വെള്ളം കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും സ്നാനം കഴിപ്പിക്കുന്നവനാണ്. മനസ്സിലായപ്പോൾ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ട യോഹന്നാൻ തന്നെ താഴ്ത്തി, തീരെ താഴ്ത്തി, പൂജ്യത്തിലും താഴ്ത്തി എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, ആത്മസ്നാനവും അഗ്നിസ്നാനവും നിന്റെ കൈ കീഴിൽ അല്ലയോ, പിന്നെ എന്തിന്നീ വെള്ളത്തിൽ സ്നാനം എന്റെ കൈയാൽ നീ ഏൽക്കുന്നു. ഈശോ ഇത് കേട്ട അമ്പരന്നു. യോഹന്നാനെ, നീ ഇതിപ്പോൾ സമ്മതിക്കാം. ആത്മസ്നാനവും അഗ്നിസ്നാനവും തരുവാൻ കഴിവുള്ള അങ്ങ് എന്നെ സ്നാനപ്പെടുത്തുമെന്ന് യോഹന്നാൻ താണു വീണു പറഞ്ഞിട്ടും ഈശോ ഇല്ല. ദൈവത്തിന്റെ സകല നീതിയും നിറവേറേണ്ടതിന് വേണ്ടി യോഹന്നാനെ, നീ എന്നെ സ്നാനപ്പെടുത്തിക്കൊള്ളുക എന്ന് ഈശോ പറഞ്ഞപ്പോൾ അതനുസരിച്ച് യോഹന്നാൻ ബാപ്റ്റിസ്റ്റിന്റെ കയ്യിലേക്ക് താൻ താണു കൊടുക്കുകയാണ്. യോർദാൻ കൂലം കുത്തി ഒഴുകുന്നു. പെട്ടെന്ന് ഒരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് കേട്ടു, യോഹന്നാനെ, നീ ഭയപ്പെടേണ്ട, സകല ലോകത്തിന്റെയും പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് ഇവൻ, അത് സംശയമില്ല. ഇവൻ ഞാൻ തന്നെയാണ്, ദൈവം മനുഷ്യനായി പിറന്നവൻ ഇവനാണ്. മടിക്കാതെ നീ അവനെ സ്നാനപ്പെടുത്തിക്കൊള്ളുക. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനെ ചെവി കൊടുപ്പീനെന്നും ശബ്ദമുണ്ടായി. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു പ്രാവ് പോലെ പറന്നിറങ്ങി അവന്റെ മേൽ ആവസിച്ചപ്പോൾ ഒരു സ്വർഗീയമായ തേജസ് കൊണ്ട് കലങ്ങിമറിഞ്ഞ യോർദാൻ ഒഴുക്കിന് ചെലവാക്കി പിതാവായ ദൈവത്തിന്റെ സ്നാനം ഒരു നോക്ക് കാണുവാൻ ശാന്തമായി അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. എന്തൊരത്ഭുതം! അവനെ സ്നാനപ്പെടുത്തിയപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു പ്രാവ് പോലെ ഇറങ്ങി വരുന്നു. പ്രിയരെ, ലോകത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ക്രിസ്ത്യ സഭ മാമോദീസായെ
സംബന്ധിച്ച് വാചാലമാകുന്നത്. ഞങ്ങളുടെ ചർച്ചിൽ കഴിഞ്ഞ ദിവസം 3 സഹോദരിമാർ, കൊച്ചു പെൺകുട്ടികൾ സ്നാനപ്പെട്ടു. അവര് നല്ല വഴി തിരഞ്ഞെടുത്തു. അവരുടെ മുൻപിൽ അവർ സഞ്ചരിച്ചിരുന്നത് 2 വഴിയിലും കൂടെ ഒരുമിച്ച് സഞ്ചരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞു കുട്ടികൾ അറിയാമോ? വിസ്താരമായ വഴിയിലും സഞ്ചരിക്കും, ഇടുങ്ങിയ വഴിയിലും, ജീവന്റെ വഴിയിലും സഞ്ചരിക്കും, ഒരു സമയത്ത് തന്നെ നാശത്തിന്റെ വഴിയിലും. കാരണം കൊച്ചു കുട്ടികളാണ്. എന്നാൽ അവരെ സ്നാനപ്പെടുത്തിയിട്ട് ഈ വഴിയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. അതേതാണ് ആ വഴി? ഈശോ മിശിഹ തന്റെ ദേഹമെന്ന തിരശീല കീറിപ്പറിച്ചിട്ട് ജീവനുള്ള ഒരു പുതിയ വഴി നമുക്ക് സഞ്ചരിപ്പാൻ തുറന്നു തന്നു, സ്ഥാപിച്ചു തന്നു. എന്തൊരു മനോഹരമായ അവസ്ഥ! അതുകൊണ്ട് ക്രിസ്തുയേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു മാമോദിസയേറ്റ് ഇന്ന് ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുന്നവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. അവർക്ക് ഇതിൽ കൂടി സഞ്ചരിക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ കേട്ടതുപോലെ കൂട്ടുകാർ ചുരുക്കം, സഹായികൾ ചുരുക്കം, ആയിതല്ലോ മോക്ഷ വഴി. സാധാരണ നമ്മുടെ കൊച്ചു പിള്ളേരുടെയൊക്കെ വഴി കേട്ടാൽ നമ്മൾ അമ്പരന്ന് പോകും അല്ലേ? ഇന്നത്തെ ചെറുപ്പക്കാരായ പിള്ളേരെ ഓർക്കുവാനും വയ്യ. അതുകൊണ്ട് ഈ കാലങ്ങളിൽ മാതാപിതാക്കളായി നാം കൂടുതലായി പ്രാർത്ഥിക്കണം പ്രിയരെ. നമ്മുടെ കൊച്ചുങ്ങളെ ഓർത്ത് നാം 10-20 വർഷമൊക്കെ കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് ആപ്പീസ് കൂട്ടി പോകുകയല്ലേ? അവരെ നടത്തേണ്ടത് ഈ വഴിയിലൂടെയാണെന്ന് നാം അപ്പോഴേ പഠിപ്പിച്ചു കൊടുക്കണം. ഇന്ന് ഭവനങ്ങളിൽ നടക്കുന്ന അന്ധഛിദ്രങ്ങൾ, കൊലപാതകങ്ങൾ ഒക്കെ നിങ്ങൾക്കറിയാം. എന്താണ് ഇതിന്റെ കാര്യം? വഴിപിഴച്ചു പോയി അടിതെറ്റിയാൽ ആനയും വീഴുമെന്ന് പറയുന്നത് പോലെ. എൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നു പ്രിയരെ. നിങ്ങൾക്ക് നന്ദിയുണ്ട്. ഞാനൊരു ദോഷവും ആരെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഞാനൊന്നിൻ്റെ ഒരു വക്താവല്ല. എൻ്റെ ജീവിതത്തിൽ യേശുവിനെ രക്ഷിച്ചു. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മാർഗം അവൻ എനിക്ക് പറഞ്ഞു തന്നു. ഇത് നേരിട്ട് ദൈവം ഇങ്ങോട്ട് വന്ന് പറയുന്ന വഴിയല്ല. ഇത് ഞങ്ങളെപ്പോലെയുള്ള സാത്വികന്മാരുണ്ട്, ദൈവോധനം പഠിക്കുന്ന ഭക്തന്മാര്. അവര് പഠിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങളെ ഇത് അറിയിക്കും. ഇന്ന് അങ്ങനെ ലോകത്തിലില്ല. ഇന്നെല്ലാ സഭകളും പട്ടക്കാരും പാസ്റ്റർമാരും കാശ് ഈസയിലാക്കാനുള്ള ഒരു കുടിലതന്ത്രമായിട്ടാണ് ഈ പ്രസംഗം ഏറ്റെടുത്തിരിക്കുന്നത്. അല്ല, നമ്മളൊരു മനുഷ്യനെ കണ്ടാൽ അവനെ കുറിച്ച് പഠിക്കണം. നിന്റെ പണം അടിക്കാനുള്ള വിദ്യയാണ് മനുഷ്യർ പലരും ഇറക്കുന്നത്. ഈശോ പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നതെല്ലാം അങ്ങനെ തന്നെയാണോ എന്ന് വിശുദ്ധ തിരുവെഴുത്തുകളെ അടിസ്ഥാനമാക്കി പഠിച്ചോണം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ബൈബിളും ഖുറാനും ഋഗ്വേദവും ഇത് ഞാൻ പറഞ്ഞ വേദങ്ങളെല്ലാം നിങ്ങൾ അതൊക്കെ പഠിച്ചിട്ട് ഞങ്ങളങ്ങനെ പറയും. ഞങ്ങൾക്ക് വിദ്യാഭ്യാസമില്ലെന്നൊന്നും പറയണ്ട. അതൊക്കെ പഠിക്കാനുള്ള മാർഗമുണ്ട്. കേട്ടു പഠിക്കാമല്ലോ, വായിച്ചു പഠിക്കാമല്ലോ പ്രിയരെ. ഈശ്വരനോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചാൽ ഈശ്വരൻ ആഗ്രഹിക്കുകയാണ്. അയ്യോ, ബുദ്ധിമാന്മാരായ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ ഉണ്ടോ ഞാൻ അവർക്കിത് പറഞ്ഞു തരാം. അതിനു വേണ്ടിയാണ് താൻ സുവിശേഷകന്മാരായ ഞങ്ങളെപ്പോലെയുള്ളവരെ നിയോഗിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഈ പ്രസംഗിക്കുന്നതെല്ലാം നിങ്ങളൊന്ന് ഏറ്റെടുത്ത് പഠിക്കണം. ഇതുകൊണ്ട് ഒരു കാര്യം കൂടെ നമുക്ക് സാധിച്ചെടുക്കാം. ലോകത്തിൽ സമാധാനവും സന്തോഷവും നമുക്ക് ലഭിക്കുന്നതോടുകൂടി രോഗശാന്തിയും ആരോഗ്യവും കൂടെ ദൈവം നമുക്ക് തരും. ഇത് നിമിത്തം ആരെങ്കിലും രോഗികളായിട്ടുണ്ടോ? ഇന്നത്തെ രോഗങ്ങളെ കുറിച്ച് പറയാൻ എനിക്ക് സമയമില്ല. ക്യാൻസർ, ലൂക്കീമിയ, ഏതെല്ലാം കാര്യം കേട്ടാൽ ഞെട്ടിപ്പോകും പ്രിയരെ. എന്നാൽ യേശുവിന്റെ വചനം മൂലം രോഗശാന്തി അനുഭവിക്കുന്ന മരണാസന്നരായ രോഗികളെ ദൈവം എന്റെ പരിചയമുള്ള എന്റെ സഭയിൽ നിന്ന് വിടുവിച്ച് സാക്ഷികളായി നിർത്തിയിട്ടുണ്ട്. അതിൽ പലരും ജീവിച്ചിരിക്കുന്നു പ്രിയരെ. ദിവസങ്ങൾ എണ്ണപ്പെട്ട പലരെയും യേശുവിന് വിടുവിക്കാൻ കഴിയും. കാരണം യേശുവിന്റെ മുൻപിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. മരണം നിന്റെ വിഷമുള്ള എവിടെയാണെന്ന് ചോദിച്ചു ഓടിക്കും. മരണം യേശുവിനെ കണ്ട് ഓടിപ്പോയി. യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ 25 കോടി ജനങ്ങളുണ്ട് ലോകത്തിൽ. അറിയപ്പെട്ട ആളുകളെല്ലാവരും യേശുവിന്റെ അടുക്കൽ വന്ന് പലരും സൗഖ്യവുമായി ഉയർത്തെഴുന്നേറ്റ് പോയിട്ടുണ്ട്.
യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ ഒറ്റ കുഞ്ഞിനെ പോലും ശവസംസ്കാരം നടത്തി മിടുക്കനായിട്ടില്ല. ശവം കണ്ടാൽ അവിടെ ചെന്നേശു ഉയർത്തെഴുന്നേൽക്കും. ഈ ലോക ജീവിതത്തിൽ ചത്ത് ചീഞ്ഞളിഞ്ഞ 4 നാളായ ലാസറിനെ പോലും യേശു ഉയർത്തെഴുന്നേൽപ്പിച്ചു. അങ്ങനെയെങ്കിൽ നിന്റെ ഈ ചീള് രോഗങ്ങളൊന്നും യേശുവിനൊരു പ്രശ്നമല്ല. നീ വാ, നിന്നെ സൗഖ്യമാക്കും. എന്നെ കേൾക്കുന്നവരെ, ഞാൻ നിർത്തട്ടെ. സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഞാൻ നിർത്താം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, നന്ദിയോടെ സ്തോത്രം. ഇത്രത്തോളം സമയം എന്നെ ശ്രദ്ധയോടെ കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ച പ്രിയ കേൾവിക്കാർക്കും അവരോട് സംസാരിപ്പാൻ എനിക്ക് ഉദവി നൽകിയ ദൈവത്തിനും സ്തോത്രം ചെയ്യുന്നു. ആരെങ്കിലും രോഗികളായി കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, കടബാധ്യതകളാൽ വേദനിക്കുന്നുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് ഉത്കണ്ഠാകുലരായിട്ടുണ്ടെങ്കിൽ, ദൈവമേ, ഈ പ്രസംഗം അവരുടെ രക്ഷയ്ക്ക് മുഖാന്തരമായി ഭാവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തരും. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇനി കാണുന്നതുവരെയും ദൈവം തന്റെ കൃപയുടെ ചിറകടിയിൽ നമ്മളെ എല്ലാവരെയും കാക്കട്ടെ. ഈ പ്രദേശത്തെ ദൈവം കൃപ കൊണ്ട് അലങ്കരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ്.